തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടു. വെഞ്ഞാറമൂട് പള്ളിക്കലിൽ കമാൻഡോ വാഹനത്തിന് പിന്നിൽ പോലീസ് ജീപ്പ് ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? സ്മൃതി, ഇന്ന് ഇപ്പോൾ ഒരു മണിക്കൂറിന് മുന്നെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കടക്കിലുള്ള കോട്ടപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയി തിരുവനന്തപുരത്ത് തിരിച്ച് മടങ്ങി വരുന്നതിനിടയിലാണ് ഇപ്പോൾ അപകടം സംഭവിച്ചെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പിന്നിലുള്ള കമാൻഡോ വാഹനത്തിന് പിന്നിൽ വന്നിട്ടുള്ള പള്ളിക്കലിലെ തന്നെ ഒരു പോലീസ് ജീപ്പാണ് ഇടിച്ചത്. സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ മുന്നേ പോയിട്ടുള്ള പൈലറ്റ് വാഹനം സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ ഈ അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 28-ാം തീയതിയും MC റോഡിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരുന്നു. അന്ന് സാരമായിട്ടുള്ള കേടുപാടുകളൊക്കെ വാഹനത്തിനുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലെ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഈ അപകടത്തിലില്ല എന്ന് തന്നെ പറയാം. കാരണം ഒക്ടോബർ 28-ന് 5 വാഹനങ്ങളായിരുന്നു കൂട്ടിയിടിച്ച് MC റോഡിൽ അപകടമുണ്ടായത്. വാമനപുരം പാർക്ക് ജംഗ്ഷനിലായിരുന്നു അന്നുണ്ടായ അപകടം. ആറ്റിങ്ങിൽ നിന്നും വന്ന ഒരു സ്ത്രീ മറുസൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്നതിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയ പൈലറ്റ് വാഹനം സഡൻ ബ്രേക്ക് ഇടുകയും തൊട്ട് പിന്നാലെ എത്തിയ വാഹനങ്ങൾ 5ഓളം വരുന്ന ആംബുലൻസ് വാഹനങ്ങൾ അടക്കമുള്ളവ അന്ന് കൂട്ടിയിടിച്ചിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനും അന്ന് തകരാറ് സംഭവിച്ചിരുന്നു. അതിൽ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. കാരണം ഓവർടേക്കിംഗ് നിരോധനമുള്ള പാതയിൽ മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ ഓവർടേക്കിങ്ങിന് ശ്രമിച്ചതാണ് അന്നുണ്ടായ അപകടം. പക്ഷേ ഇന്നുണ്ടായത് പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ തന്നെ ഏറ്റവും പുറകിലായിട്ടൊരു ജീപ്പ് ഈ മുഖ്യമന്ത്രിക്കായിട്ട് പൈലറ്റ് വാഹനത്തിന്റെ കൂടെ പോയിരുന്നു. അത് ആ സ്റ്റേഷൻ പരിധിവരെ പോകാനായിരുന്നു ഈ ജീപ്പ് പിന്നാലെ പോയത്. അങ്ങനെ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്.